ആണും ആണെന്ന് പറയുമ്പോൾ വൾഗറായിട്ട് തോന്നുന്നത് അവരുടെ സെക്ഷൽ സൈഡ് നോക്കുമ്പോഴാണല്ലോ. അല്ലെങ്കിൽ അതൊരു ആണും പെണ്ണും സ്നേഹിക്കുന്ന പോലെ തന്നെയാണ് അല്ലേ. എന്റെ പുറമേ നിന്നുള്ളൊരു ഫോറിനർ വന്നിട്ട് ചോദിച്ചു, എന്താ കേരളത്തിന് മുഴുവൻ ഗേസും ലെസ്ബിയൻസും ആണോ? കാരണം ആണും ബൈക്കിന്റെ മുകളില് തൊട്ടുരുമി തൊടയിലൊക്കെ കൈവച്ച് പോകുന്നു, നടക്കുന്നു, സംസാരിക്കുന്നു. ആണും പെണ്ണും കൂടി തീരെ സമ്പർക്കവുമില്ല, കമ്മ്യൂണിക്കേഷനും ഇല്ല. കർത്താവേ ഇത് എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞ് പൊട്ടിക്കരവ് പറയും. നമുക്ക് ഇത്രയും വിഷമമുണ്ടെങ്കിൽ നമ്മളോട് ഇത് പറയാതെ ഷാരോൺ ചേട്ടായി എത്ര സങ്കടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് പറയുന്നിടത്ത് എൻ്റെ തീരുവാണ്. പിന്നെ എനിക്ക് അവന്റെ സങ്കടമാണ് ഞാൻ കൂടുതൽ കാണുന്നത്. പിന്നെ നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു പിന്നെ ഉണ്ടാവും. നമ്മൾ ആണും പെണ്ണും തമ്മിലുള്ള റിലേഷൻഷിപ്പ് തന്നെ കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടില്ല, കാണാൻ പഠിച്ചിട്ടില്ല. പിന്നെയാണ് ഇതൊക്കെ മനസ്സിലാക്കണം. ഇതൊക്കെ എങ്ങനെ മാറ്റിയെടുക്കുക? ഇത് മാറ്റിയെടുക്കണമെങ്കിൽ ആദ്യം നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മൾ ചോദിച്ചു തുടങ്ങണം, നമുക്ക് ഓക്കെ ആണോ? അപ്പൊ ഞാൻ തന്നെ പല കാര്യങ്ങൾക്കും ഓക്കെ അല്ല. ഞാൻ എന്റെ പാർട്ട്ണറുടെ കാര്യത്തിൽ പോലും ഓക്കെ അല്ല. എന്റെ പാർട്ട്ണർ പറയുമ്പോഴാണല്ലോ ഞാൻ അറിയുന്നത് ഞാൻ ഭയങ്കര ടോക്സിക് ആണെന്ന്. ഞാൻ വിചാരിക്കുന്നത് എന്റെ സ്നേഹവും കരുതലും ആണെന്നാണ്. ആദ്യം നമ്മള് മാറുമറയ്ക്കാതെ നടന്നു, പിന്നെ മാറുമറച്ചു നടന്നു, പിന്നെ കുറച്ച് കാണിച്ചു നടന്നു. അത് കണ്ട് ഇതൊക്കെ എല്ലാത്തിനും വ്യത്യാസം വരുള്ളൂ. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചു തരേണ്ടതാണ്. എന്നെ സംബന്ധിച്ച് എന്റെ വ്യക്തിത്വം തന്നെ ഒരുപാട് മാറിയത് ഈ ഒരു 10,500 ഇന്റർവ്യൂ ചെയ്ത അതെനിക്ക് 500 അതിൽ കൂടുതൽ. ബിക്കോസ് എല്ലാ ദിവസവും രാവിലെ മോർണിംഗ് ഷോ അല്ലായിരുന്നു. പെട്ടെന്ന് ഷൈനിങ്ങിനെ വന്നിട്ട് ഇത് അവിടെ അല്ലല്ലോ കിടന്നേ, അത് ഇപ്പുറത്തല്ലേ കിടന്നേ, അല്ലേ ഇതെടുത്ത് ഇപ്പുറത്തിട്, ഇത് ഇങ്ങനെയായിരുന്നു ഷൈൻ അത് കറക്റ്റ് ചെയ്യാൻ. അതെ ചേച്ചി അല്ലേ എന്ന് പ്രയോഗിച്ചപ്പോ എനിക്ക് മനസ്സിലായി. ഒബ്സർവേഷൻ അടിപൊളിയാണ്. ഖാലിദിന്റെ അടുത്തൊരു തല്ലി വരുന്നുണ്ട്, അതിലുണ്ടോ? അത് ഇടിയാണല്ലേ? ബോക്സിംഗ് ചെറിയ പിള്ളേരാണ്, നസ്ലിനും ടീമൊക്കെയാണ് ബോക്സിംഗ്. നമ്മളിപ്പോ കുറച്ച് പ്രായമായില്ലേ. ഇപ്പൊ റാങ്കിങ്ങില് ധ്യാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഷൈൻ ടോം ആണ്. അതുകൊണ്ടാണ് ആളുകൾ പറയുന്നത് പടം കണ്ടിട്ടില്ല, ആൾക്കാർ വരുമ്പോ ഇന്റർവ്യൂ കൊണ്ടുവന്ന് പറയണം. അപ്പൊ ഞാൻ പറയും പടം കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്റർവ്യൂ തരുന്നത്. ഇപ്പോൾ ലിറ്റിൽ ഹാർട്സ് വിജയിക്കുമ്പോൾ ഒരു സന്തോഷമുള്ളൊരു സ്പേസിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മലയാള സിനിമ തന്നെ ടോട്ടലി ഒരു സന്തോഷത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. റെസ്പോൺസ് എങ്ങനെയാണ് വരുന്നത്? റെസ്പോൺസ് എനിക്ക് പുറത്ത് വരുന്ന സമയം, ഞാൻ ഇപ്പോൾ ഹൈദരാബാദ് പടം ചെയ്യാൻ പോകുന്ന സമയത്തൊക്കെയാണ് കൂടുതൽ മലയാളം ഇപ്പം നമ്മൾ കൂടുതൽ സ്വീകരിക്കുന്നുണ്ട്. എന്നെ കൂടുതലും ഫഹദാന്ന് ചോദിച്ചിട്ടാണ് എയർപോർട്ടിലൊക്കെ ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കുന്നത്. ഏത് നമ്മുടെ പുഷ്പയിലെ ആക്ടർ, ആവേശത്തിലെ ആക്ടർ എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടല്ലോ ഞങ്ങള് ഇപ്പൊ ഈ 2-3 ദിവസം മുന്നേ ഞാന് നിഷാദ് പടം അവിടെ നമ്മള് രാമോജി ഫിലിം സിറ്റിയിൽ ഷൂട്ട് ചെയ്യാൻ പോയപ്പോ അപ്പുറത്ത് ഫഹദ് ഷൂട്ട് ചെയ്യാൻ പുഷ്പയുടെ സെക്കൻഡ് പാർട്ട്. അപ്പൊ ഞാൻ ഫഹദിനെ പോയി കണ്ടു. ഫഹദിനോട് പറഞ്ഞു, ഫഹദ് പലപ്പോഴും ഞാനാണ് നിങ്ങൾക്ക് വിട്ടേണ്ട അഭിനന്ദനങ്ങളൊക്കെ ഏറ്റുവാങ്ങുന്നത്. അതങ്ങനെ തന്നെ ഓട്ടം. അത് കഴിഞ്ഞിട്ട് ഫഹദ് ഇങ്ങോട്ട് വന്നു. പണ്ട് നമ്മൾ പറയാറില്ല ഒരേ സ്റ്റുഡിയോയിൽ അപ്പുറത്തും. അതേപോലെയാണ് രാമോജിയില്. ഫഹദ് ഇപ്പൊ 1 മാസമായിട്ട് ഹൈദരാബാദാ പുഷ്പയുടെ ഷൂട്ടായിട്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് വരും. ദേവരയുടെ ഷൂട്ടും തെലുങ്ക്, പിന്നെ ബാലയ്യയുടെ ഷൂട്ടൊക്കെ ആയിട്ട്. അപ്പൊ മലയാള പടങ്ങൾ ഇപ്പൊ കൂടുതൽ പുറത്തുള്ള ആളുകൾ ഇപ്പൊ നമ്മൾ പഞ്ചാബിൽ പോകുമ്പോഴും നമ്മളെ നോട്ടീസ് ചെയ്യുന്നുണ്ട്. കാരണം മലയാള പടം കണ്ടിട്ട്, OTT കണ്ടിട്ട്. അടിപൊളി, നല്ല സമയമാണ്. ചേച്ചി കുഞ്ഞു ഹൃദയമുള്ളവരുടെ സിനിമയാണ്. ഇതിനകത്ത് ഹൃദയം എപ്പോഴും എല്ലാവരുടെയും കുഞ്ഞാണല്ലേ, അതെങ്ങനെ പ്രയോഗിക്കും എന്നുള്ളതാണ് പ്രശ്നമല്ലേ? ഏറ്റവും ചെറിയ ഓർഗൻ ഹൃദയമാണോ മനുഷ്യന്റെ? അല്ല, കണ്ണാണ്. എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. ഉള്ളിലുള്ള ഓർഗൻസ് നമ്മുടെ ഓരോ കൈപ്പിടി എന്നല്ല പറയാ ഹൃദയം. ഏറ്റവും വലുതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, തൊക്കാണ്. തൊക്ക് സ്കിൻ. ഇത് ഓർഗൻ. ഇത് ഏറ്റവും വലിയ അവയവമായിട്ട് കരുതുന്ന അവയവമാണോ? അതെ. സ്കിന്നൊരു അവയവമായിട്ടാണ് അങ്ങനെ കരുതുന്നത്. അതൊരു പുതിയ ഇൻഫർമേഷൻ ആണ്. ചേച്ചി ഇതിനകത്ത് പറഞ്ഞു വന്നത് കുഞ്ഞു ഹൃദയമുള്ള കുറേ ക്യാരക്ടേഴ്സ് ഭയങ്കര രസമായിട്ടാണ് ഇതിൻ്റെ എൻഡിങ് ഒക്കെ പോകുന്നത്. വലിയ വിഷയങ്ങൾ സംസാരിക്കുമ്പോഴും നമ്മൾ ചിരിച്ചുകൊണ്ടാണ്. ഒരു സ്ഥലത്ത് ചിരിയുടെ ഗ്രിപ്പിംഗ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തിയേറ്ററിൽ ചിരിയാണ്. എനിക്കൊരു ഘട്ടം എത്തിയപ്പോഴത്തേക്ക് ഗ്രിപ്പിംഗ് കിട്ടി തുടങ്ങി, പിന്നെ ചിരിയായിരുന്നു. എങ്ങനെയായിരുന്നു ഇപ്പോൾ റെസ്പോൺസ് വരുന്നത്? എനിക്ക് കിട്ടുന്ന റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു അച്ഛനും മകനും എന്നുള്ളതാണ് എല്ലാവരും പറയുന്ന ഒരു കാര്യം. എന്ന് വെച്ചാൽ ബാബുരാജേട്ടൻ്റെയും ഷെയ്ൻ്റെയും ഒരു ഫാദർ സൺ റിലേഷൻഷിപ്പ് ഭയങ്കര വർക്കായി.
പിന്നെ പറയുന്ന ഒരു കാര്യം, ഒരുപാട് കാലത്തിന് ശേഷം ഷൈൻ്റെ ഒരു ഭയങ്കര അടക്കമുള്ള ഭയങ്കര സട്ടിലായിട്ടുള്ള പെർഫോമൻസ് കാണാൻ പറ്റി. എന്ന് വെച്ചാൽ ഒട്ടും അതെ, പക്ഷെ അഭിനയം ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ബോധിച്ചു. കാരണം അങ്ങനെ ഒരു വളരെ സട്ടിലായിട്ട് അകത്ത് പെയിനിങ്ങിനെ നിലനിർത്തിക്കൊണ്ട് പ്രണയം അകത്ത്, അപ്പം 3 പേരുടെ പ്രേമം ഓരോ പോലെയാണ് അതിനകത്ത് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. ഒരാൾ ഭയങ്കര അകത്താണ്, ഒട്ടും പുറത്ത് ശ്വാസം മുട്ടുന്ന ഒരു പ്രേമം, വെളിയിൽ കാണിക്കാൻ വയ്യാത്തൊരു പ്രേമം. പ്രായമായാലും അത് റീൽസ് ചെയ്തും അങ്ങനെ ഭയങ്കര എക്സ്പ്രസ് ചെയ്യുന്ന ഒരു പ്രേമം. വെളിയിൽ പോലും പറയാൻ പറ്റാത്ത ശോശയും അതുപോലെ സിമ്പിൾ സിബിച്ചൻ്റെയും പ്രേമം. അങ്ങനെ 3 പ്രണയങ്ങൾ, ഒരു മ്യൂസിക്കൽ റൊമാൻറ്റിക് സ്റ്റോറി. ഒരുപാട് ഇപ്പം എന്ത് മനുഷ്യരെപ്പോഴും പറയുന്നത് വെച്ചാൽ ഞങ്ങൾക്കൊന്ന് സിനിമ തിയേറ്ററിൽ വരുന്നൊന്ന് റിലാക്സ് ചെയ്യണം, ചിരിക്കണം, തമാശ കേട്ടൊന്ന് റിലാക്സ് ചെയ്യണം, അതിനാണ് നമുക്ക് ഈ വെട്ടും കുത്തുമൊന്നും വേണ്ട. അങ്ങനെ വിചാരിക്കുന്ന സിനിമ കാണുന്ന ഒരുപാട് ആൾക്കാർക്ക് ലിറ്റിൽ ഹാർട്സ് ഭയങ്കരമായിട്ട് രസിക്കുന്നുണ്ട്. അതിനകത്ത് റൊമാൻറ്റിക് ആയിട്ടുള്ള സോങ്സിൽ ബാബുരാജും രമ്യ സുബിയും കൂടെ ഉള്ള സോങ്സ്, കൈലാഷിന് പ്രത്യേകം നന്ദി കൊടുക്കണം. കാരണം അവരുടെ ഫീലിങ്സ് ഒക്കെ നമുക്ക് മനസ്സിലായി. ഈ ഏജ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള പാട്ടുകൾ കിട്ടാറില്ല, പക്ഷേ ഇത് ഭയങ്കര സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. രമ്യയുടെ പെർഫോമൻസും എടുത്ത് പറയണം. രമ്യയുടെ മോളായിട്ട് അഭിനയിച്ച പ്രാർത്ഥന എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെയും പെർഫോമൻസ് നമുക്ക് ഭയങ്കര ഫ്രഷ് ആയിട്ടൊരു ഫീലിംഗ് ആണ്. അവരുടെ രണ്ടുപേരുടെയും പ്രേമം നാട്ടിലുള്ളതാണ്. ഇങ്ങനെ മുതിർന്ന ആൾക്കാർക്ക് പ്രണയം സൂക്ഷിക്കുന്നതും എല്ലാം ഉള്ളതാണ്, പക്ഷെ അതൊരിക്കലും വെളിയിൽ പറയാറില്ല. അത് നമ്മുടെ ഒരു സദാചാര അതിർവരമ്പിനുള്ളിൽ നിന്നുകൊണ്ട് നമ്മളിതൊരിക്കലും പറയാറേ ഇല്ല. പക്ഷെ അത് ഭയങ്കര കൺവിൻസിങ് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. കാരണം ബസ്സിലിരുന്നിട്ട് ബാബുരാജേട്ടൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, മോള് സമ്മതിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്ന് പറയുന്ന ഒരു സീക്വൻസ് ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്യും. അത് ശരിക്കും മക്കൾ അങ്ങനെ സമ്മതിക്കാറില്ല, സമ്മതിക്കില്ല. ഇങ്ങനെ എനിക്ക് പണ്ടൊരു പിന്നെ തമിഴ് സിനിമ ഉണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, കേളടി കൺമണി എന്ന് പറഞ്ഞ. അത് രാധിക മാഡം, രാധിക ശരത് കുമാറും SP ബാലസുബ്രഹ്മണ്യമാണ് അത് ചെയ്തത്. 5 പാടാണ് അതിനകത്ത് മകളായിട്ട് ചെയ്തത്. അതിനകത്ത് ഒരു ഇതുപോലൊരു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ പാട്ട്, മറ്റേ എന്ത് ഒരു ശ്വാസം വിടാതൊരു പാട്ട്, മണ്ണിൽ ആ സീക്വൻസ്. അതെ അതെ, ആ പാട്ട് അതിനകത്ത് ഇതുപോലെയാണ് ഇവരുടെ രണ്ടുപേരുടെയും ഒരു ഭയങ്കര വിങ്ങുന്ന ഒരു പ്രേമവും, പക്ഷെ മകള് സമ്മതിക്കുന്നില്ല എന്ന് പറയും. അപ്പൊ അതൊക്കെ ഒരു ക്ലാസിക് ഒരു സാധനമാണ്. ഈ പ്രായമുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ഡയറക്ടേഴ്സ് അത് കൺസീവ് ചെയ്ത്. അതെ, ഞാനിന്ന് കുറച്ച് കണ്ടുവരുന്നു എന്റെ അടുത്ത പോർഷനിൽ, അതിലാണ് ഷെമിച്ചേട്ടന്റെ കലക്കിയിട്ട് പോയി, അവസാനം വന്നൊരു കലക്കിയിട്ട് പോയി. നല്ല ക്യാരക്ടറായിരുന്നു. അതും വില്ലനാവൂന്ന് കരുതിയിരുന്നതാ, അതും നായകനാണ് ശരിക്കും. ജാഫർഖാന് ചാട്ടൊക്കെ അടിച്ച് നിറച്ച് കുന്തം കൊണ്ട് കുത്തിയിട്ട് പോകും. അല്ല, അതൊക്കെ ഇമോഷണൽ ആയിട്ടുള്ള സീക്വൻസിന് എല്ലാവരും ഇവര് ചിരിയിലൂടെയാണ് പുറത്തേക്ക് വരുന്നത്. അത് പക്ഷെ കുറച്ച് ഭാഗത്ത് അത്രയും അടിക്കണമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അല്ല, എന്നാലും അത് ഹ്യൂമർ ആണല്ലോ. അതെ, ഹ്യൂമറാണ് വർക്കൗട്ട് ചെയ്തത്. ചിരിക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യണേ. പുള്ളി ശരിക്കും പറഞ്ഞാൽ ആ പെസഹ വ്യാഴാഴ്ച അതൊരു ബാക്ക് സ്റ്റോറിയും കൂടെ ഉണ്ടായിരിക്കാം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് പറയാനായിട്ട്. പുള്ളി സന്യാസിയാകാൻ പോയിട്ട് പിന്നെ നക്സലായി, അതിന് പ്രേമം തിരിച്ചു വന്നോടം കൊടുത്തിട്ട് പോയി സന്യാസിയാകാൻ പോയതാണോ. അത് ഭയങ്കര രസമുള്ള ഒരു ട്രാക്ക്, കുറച്ച് സീൻസിലൂടെ വർക്ക് ചെയ്തിട്ട് ബാക്ക് ടു ബാക്ക് സിനിമ വരുന്നുണ്ട്. ഇപ്പോൾ 100ാമത്തെ സിനിമ വിവേകാനന്ദൻ വൈറലാണ്, പൂർത്തിയാക്കിയതിന് ശേഷം തന്നെ 6 പടം റിലീസായി. 6ാമത്തെ പടമാണിത്. പടങ്ങൾ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഓവർ എക്സ്പോസ്ഡ് ആവുന്നുണ്ട്. പക്ഷേ അവിടെ ഈ പടത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രെയിം വെച്ച് കഴിഞ്ഞാൽ ആ ഫ്രെയിമിനകത്ത് വളരെ സെറ്റിലായിട്ട് ഭയങ്കര സുഖമാണ്. അതിൻ്റെ വിഷ്വലൈസേഷനും ഭയങ്കര രസമാണ്. നിങ്ങൾ നിന്ന് സംസാരിക്കാൻ എടുക്കുന്ന സ്ഥലമൊക്കെ ഇല്ലേ, അതൊക്കെ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് അങ്ങനെ ഫ്രെയിമിനകത്ത് നിൽക്കുന്ന ഷൈനെ കാണുമ്പോൾ ഒരു സന്തോഷം തോന്നി. അതേപോലെ ഷെയ്നും നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ആ പ്രേമം ആ പെങ്കൊച്ച് പറയുന്ന സമയത്ത് ഇയാൾ ബ്ലഷ്ഡ് ആവുന്നുണ്ടല്ലോ, അത് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. ഒരു നാട്ടുമ്പുറത്തുകാരൻ ഒരു പ്രണയത്തെ കേൾക്കുമ്പോഴുള്ളൊരു സാധനമൊക്കെ ഇല്ലേ, അതേപോലെ ഇതിനകത്ത് അഭിനയിക്കുന്ന സമയത്ത് ഇപ്പോൾ ഭീഷ്മപർവ്വത്തിലൊരു ഒരു ഷെയ്ഡേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഇതിൽ വിസിബിളാണ്. അപ്പോൾ വിസിബിൾ ആവുന്ന ഒരു ക്യാരക്ടറെ സ്വീകരിക്കുമ്പോൾ എന്തായിരുന്നു മനസ്സിൽ തോന്നിയത്? അപ്പോൾ അതിൽ പറയണ പോലെ തന്നെ ആ ക്യാരക്ടർ പറയണ്ടല്ലോ, നീയും ശോശയും പോലെ തന്നെയാണ് ഞാനും നദാനും. അപ്പോൾ ഞാനൊരു ആണിനെ സ്നേഹിക്കുകയാണെങ്കിലും പെണ്ണിനെ സ്നേഹിക്കുകയാണെങ്കിലും പ്രേമം ഒരേപോലെ തന്നെയാണ് സംഭവിക്കുന്നത്. നമുക്ക് പക്ഷേ ആണെന്ന് പറയുമ്പോൾ വൾഗറായിട്ട് തോന്നുന്നത് അവരുടെ സെക്ഷൽ അല്ലെങ്കിൽ സൈഡ് നോക്കുമ്പോഴാണല്ലോ. അല്ലെങ്കിൽ അതൊരു ആണും പെണ്ണും സ്നേഹിക്കുന്ന പോലെ തന്നെയാണ് അല്ലേ? അല്ലെങ്കിൽ ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നത് ഒരു ആണും പെണ്ണും സ്നേഹിക്കുന്ന പോലെ തന്നെയാണ്. അതുകൊണ്ടാണ് ആ ക്യാരക്ടർ പറയുന്നത്, നീയും ശോശയും എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഞാനും നദാനും. നമ്മൾ അതിനെ സെക്ഷലായിട്ട് ചിന്തിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അതിന്റെ വൾഗറായിട്ട് തോന്നാൻ ഇടയാവുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിലെ ഞാൻ ചെറുപ്പം മുതലേ കണ്ടിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ആണും കൂടി സഞ്ചരിക്കുന്നതും പെണ്ണും കൂടി സഞ്ചരിക്കുന്നതാണ്. എൻ്റെ പുറമേ നിന്നുള്ളൊരു ഫോറിനർ വന്നിട്ട് ചോദിച്ചു,
എന്താ കേരളത്തിന് മുഴുവൻ ഗേസും ലെസ്ബിയൻസും ആണോ? കാരണം ആണും ബൈക്കിന്റെ മുകളില് തൊട്ടുരുമി തൊടയിലൊക്കെ കൈവച്ച് പോകുന്നു, നടക്കുന്നു, സംസാരിക്കുന്നു. ആണും പെണ്ണും കൂടി തീരെ സമ്പർക്കവുമില്ല, കമ്മ്യൂണിക്കേഷനും ഇല്ല. അങ്ങനെ എങ്ങാനും കണ്ടാ നാട്ടില് പ്രശ്നമായി, കോലാഹലായി അല്ലേ? അപ്പൊ നമ്മുടെ നാട്ടില് ഞാൻ വെറുതെ തമാശക്ക് പറയുന്നതാണ്. അല്ല, ഇതിനകത്ത് തമാശക്ക് അപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ KCBC ഒക്കെ ഇതിനകത്ത് ഇടപെട്ടിട്ട് ഈ ഒരു ക്രിസ്ത്യൻസിനെ ഇങ്ങനെ മോശമായി കാണിക്കാൻ വേണ്ടിയിട്ട്. പണ്ട് പഴയ നിയമത്തില് ഒരു നഗരം തന്നെ സ്വർഗാനുരാഗത്തിൽ വിട്ടിട്ട് ദൈവം നശിപ്പിക്കുന്നതായിട്ടൊരു സംഭവം ഉണ്ട്. അപ്പൊ അത് അധികാലം മുതൽ ഉള്ളതാണ് ഈ സ്വർഗാനുരാഗം. പക്ഷെ അവർക്ക് എതിർക്കുന്നതിന് കാരണങ്ങളുണ്ടെന്നൊക്കെയാണ് ആ കുറിപ്പിൽ പറയുന്നത്, ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത്. അത് അങ്ങനെ ക്രിസ്ത്യാനി, മുസ്ലിം, ഹിന്ദു എന്നുള്ള രീതിയിലല്ലല്ലോ സ്വർഗാനുരാഗവും ഒരു അനുരാഗവും വരുന്നത്. അത് മനുഷ്യനും തമ്മിലല്ല വരുന്നത്. പക്ഷേ ഈ കുടുംബ പശ്ചാത്തലം ഈ 1-2 സിനിമകളിലൊക്കെ ഇങ്ങനെ ആയതുകൊണ്ട് മനഃപൂർവ്വം ആക്രമിക്കാൻ വേണ്ടി നടത്തുന്നതൊക്കെ പറഞ്ഞിട്ട് അവർ സ്കേർഡാണ്. അതൊക്കെ നമ്മൾ കേൾക്കാനേ നിൽക്കരുത്. അതൊക്കെ ഭയങ്കര, അതൊന്നും അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. ഇതിലിപ്പോ ക്രിസ്ത്യാനി ആവാം, മുസ്ലിം ആവാം, ഹിന്ദു ആവാം, സിഖ് ആവാം അല്ലേ? അതുകൊണ്ടല്ലോ, രണ്ട് വ്യക്തികളാണല്ലോ, അല്ലാതെ മതങ്ങൾ തമ്മിലല്ലോ പ്രണയത്തിലാവണം. ആണോ? അല്ലല്ല, മതങ്ങൾ തമ്മിലാണ് അതിനകത്ത് ഒരു കാര്യം എന്ന് പറഞ്ഞാല് അത്രയും കൺസർവേറ്റീവ് ആയിട്ടുള്ള ഫാമിലിയിലായിട്ട് ഇങ്ങനെ ഒരു കാര്യം വന്നാലാണ് ഡ്രാമ വർക്കൗട്ട് ആവുക. വളരെ മത പശ്ചാത്തലമുള്ള, എപ്പോഴും പള്ളിയിൽ പോകുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതാണ് ശരി, ഇതാണ് ജീവിതം, അല്ലെ ഇങ്ങനെയാണെന്ന് വിചാരിക്കുന്നവരാണ് അനിതമമ്മിയും ജോൺസൺ പപ്പായും. എന്ന് വെച്ചാൽ മക്കളുടെ പിന്നെ നമ്മളവിടെ എപ്പോഴും കാണിക്കുന്നത് ക്രിസ്ത്യൻ പിന്നെ ഈ പെസഹാബ മുറിക്കുന്നതും വളരെ റിലീജിയസ് ആയിട്ട് ജീവിക്കുന്നതാണ്. അവരുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കാത്തൊന്നുമല്ലല്ലോ. നമ്മുടെ നാട്ടിൽ അതൊരു തെറ്റായ നിയമവും പണ്ട് ആണെങ്കിൽ ഇതൊരു ഒരു ലോ ഉണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ എടുത്തു മാറ്റിയതിന് ശേഷം ആൾക്കാരെല്ലാം ക്ലോസറ്റിൽ പുറത്ത് വരികയും അവരവരുടെ ഐഡന്റിറ്റി പുറത്ത് പറയുകയും അവരുടെ ശ്വാസമുട്ടലിൽ നിന്ന് അവർ രക്ഷപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അങ്ങനെ പുറത്ത് വരുന്ന ഒരു സമയത്ത് ഒരു കുടുംബത്തിൽ അത് സംഭവിക്കുന്നു എന്ന് പറയുന്ന ഒരു കഥയാണ്. അത് ഒരു കമ്മ്യൂണിറ്റിക്കും എതിരല്ല. അങ്ങനെ അത് വ്യാഖ്യാനിക്കപ്പെടുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഇത്രയും സങ്കുചിതമാണല്ലോ നമ്മുടെ മനസ്സ്. അയ്യോ, നമ്മളിപ്പോൾ അഭിനയിച്ചതാണ്. എന്നിട്ട് ഞാനത് വായിക്കുമ്പോൾ ഓ, ഇത് ക്രിസ്ത്യൻ പശ്ചാത്തലം, ഇവരെന്താ ഇങ്ങനെ പറയുന്നത്, അങ്ങനെ എന്ന് വെച്ചാൽ അത് വളരെ എന്താ പറയുക, വളരെ ഓർത്തഡോക്സ് ഒരു ഫാമിലിയിലേക്ക് ഇത് സംഭവിക്കുമ്പോഴേ ഡ്രാമ വർക്കാവുള്ളൂ സിനിമയിൽ. അല്ലാതെ വളരെ ലിബറലായിട്ടൊരു വീട്ടിലിപ്പോൾ എന്താ പറയുക, ബാബുരാജ് അവരുടെ കുടുംബത്തിലാണ് ഇങ്ങനെ സംഭവിച്ചെങ്കിൽ ചിലപ്പോൾ 1-2 ദിവസം ഒരു തർക്കം കഴിഞ്ഞത് അപ്പൊ തന്നെ ശരിയാവും. ഇതിപ്പോ നദാന്റെ നാട്ടില് കഥ വർക്കാവില്ലല്ലോ. വർക്കാവില്ലല്ലോ. അവിടെ കുറച്ചുകൂടെ ലിബറൽ ആയിട്ടുള്ള, അവിടെ അവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ പബ്ബുകളുണ്ട്, ക്ലബുകളുണ്ട്. അല്ലെങ്കിൽ അത് ഭയങ്കര അംഗീകരിക്കപ്പെട്ട ഒരു നാടാണ്. അവിടെ തുടങ്ങുമ്പോ ചിലപ്പോ ഇങ്ങനെ തന്നെ ആയിരിക്കാം. അപ്പൊ ഇവിടുന്ന് ഇപ്പൊ തിരിച്ചു കഥ ചെയ്യാൻ പറ്റില്ല. നദാന്റെ വീട്ടിലേക്ക് ഷൈൻ പോകുന്നു എന്ന് പറയുന്നൊരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അംഗീകരിച്ചിരിക്കില്ലേ? അല്ല, പരിഹാരമായിട്ട് ആ തരത്തിൽ കൂടെയാണ് ഇതിനകത്ത് വരുന്നത്. നിങ്ങൾ അവിടെ പോയി താമസിച്ചോളൂ, കുഴപ്പമില്ലെന്നാണ് ഈ ഫാമിലി പറയുന്നത്. കുഴപ്പമില്ലെന്ന് വെച്ചാൽ നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന്. ഞങ്ങൾക്കിപ്പോ അപ്പം അതിനകത്ത് ഷെയ്ൻ ചോദിക്കുന്ന ഒരു രംഗമുണ്ട്. അപ്പൊ ഞാൻ ചെന്ന് കരയും, കർത്താവേ ഇത് എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞ് പൊട്ടിക്കരയുമ്പോൾ പറയും, നമുക്ക് ഇത്രയും വിഷമമുണ്ടെങ്കിൽ നമ്മളോട് ഇത് പറയാതെ എന്തുമാത്രം സങ്കടപ്പെട്ടിട്ടുണ്ടാവും ഷാരോൺ ചേട്ടായി, എത്ര സങ്കടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് പറയുന്നിടത്ത് എൻ്റെ തീരുവാണ്. പിന്നെ എനിക്ക് അവന്റെ സങ്കടമാണ് ഞാൻ കൂടുതൽ കാണുന്നത്, അവന്റെ വിഷമമാണ് ഞാൻ കൂടുതൽ കാണുന്നത്. പിന്നെ നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ വരുമ്പോൾ പിന്നെ പിന്നെ ഉണ്ടാവും. അത് അങ്ങനെ ബുദ്ധിമുട്ടുള്ളപ്പോൾ തന്നെ എൻ്റെ മകന്റെ സങ്കടം എനിക്ക് എല്ലാത്തിനും മേളിലാണ്. ആ സ്പേസിൽ ചേച്ചിയുടെ അഭിനയം ഭയങ്കര രസമാണ്. ചേച്ചിക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോൾ കിട്ടുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്, അതിൽ പെർഫോം ചെയ്യാൻ കിട്ടുമ്പോഴത്തേക്ക് ഒരു സന്തോഷം വരില്ലേ? അപ്പോൾ ചേച്ചി അങ്ങനെ പെർഫോം ചെയ്ത് കാണുമ്പോൾ ഞാൻ സങ്കടപ്പെടുമ്പോഴും അതിനകത്തൊരു സന്തോഷം കണ്ടെത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു നല്ല സാധനം കിട്ടിയല്ലോ എന്നുള്ളത്. കാരണം സംഘർഷം കാണിക്കാൻ പറ്റുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു പരിപാടിയാണ്. അതിനകത്ത് ഭയങ്കര ഓവറായിട്ട് കരഞ്ഞ് നിലവിളിച്ചൊക്കെ നമുക്ക് ചില കാര്യങ്ങളൊക്കെ കണ്ടുപോയാം. പക്ഷേ ഇങ്ങനെ മുട്ടി നിൽക്കില്ലേ, അതായത് പറയാനും പറ്റില്ല, പറയണം, അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ കാണിക്കില്ലേ, നമുക്കൊരു മനസ്സിലൊരു ശ്വാസം മുട്ടലുണ്ടാക്കും. അതുണ്ടാക്കാൻ പറ്റി. ശരിക്കും ഇതിനകത്ത് നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമുക്കിപ്പോഴും ഒരു ടാബൂസ് ഉണ്ട്. LGBTQIA+, LGBTQIA+, ഇത്രയുണ്ട് വാക്കുകൾ. ലെസ്ബിയൻ, ഗേ, അങ്ങനെ അത് ബൈസെക്ഷൽ, അസെക്ഷൽ വരെയുള്ള. പിന്നെ അസെക്ഷൽ അവർക്ക് സെക്ഷൽ ആയിട്ടുള്ളൊരു വൈകാരികത ഉണ്ടാവണമെന്നില്ല, പൊതുവിൽ ഉണ്ടാവില്ല.
പിന്നെ പ്ലസും കൂടെ ഇട്ടിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ പിന്നെയും അതുപോലെ എത്രയോ ഐഡന്റിറ്റീസ് നമുക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റാത്ത, ഇല്ലെങ്കിൽ നമ്മൾ എല്ലാവരും കൂടെ പറയാൻ പറ്റില്ലല്ലോ. എന്ന് വെച്ചാൽ പണ്ട് വിബ്ജിയോർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒതുക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ സാധനങ്ങളുണ്ട്, എന്താണെന്ന് അറിയില്ല, ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ കാണണം എന്നുള്ള ഒരു അർത്ഥത്തിലേക്ക് വരുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോഴും ഈ പറയുന്ന ലെസ്ബിയൻ റിലേഷൻഷിപ്പിനെ, ഗേ സെക്ഷനിലൊക്കെ നമ്മൾ കാണുന്നത് ഇപ്പോഴും നമ്മൾ ആണും പെണ്ണും തമ്മിലുള്ള റിലേഷൻഷിപ്പ് തന്നെ കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടില്ല, ഇതുവരെ കാണാൻ പഠിച്ചിട്ടില്ല. പിന്നെയാണ് ഇതൊക്കെ മനസ്സിലാക്കണം. ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ എന്തിന് റിലേറ്റഡ് ആവണമെന്ന് തന്നെ, അല്ലെങ്കിൽ അവർ തമ്മിൽ റിലേറ്റഡ് ആണ്, അവരുടെ സെക്ഷുവലായിട്ടുള്ള ബിഹേവിങ് പുറത്തൊരു മൂന്നാമതൊരാൾ കാണുമ്പോൾ തന്നെ അത് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിരിക്കുക അല്ലേ? അപ്പൊ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയണം. ഇതൊക്കെ എങ്ങനെ മാറ്റിയെടുക്കുക? ഇത് മാറ്റിയെടുക്കണമെങ്കിൽ ആദ്യം നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മൾ ചോദിച്ചു തുടങ്ങണം, നമുക്ക് ഓക്കെ ആണോ? അപ്പൊ ഞാൻ തന്നെ പല കാര്യങ്ങൾക്കും ഓക്കെ അല്ല, ഞാൻ എൻ്റെ പാർട്ട്ണറുടെ കാര്യത്തിൽ പോലും ഓക്കെ അല്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് വേറെ ആളുകളുമായി സംസാരിക്കുകയോ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ കാണുകയോ നോക്കുകയോ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും പല സമയങ്ങളിൽ അംഗീകരിക്കാൻ പറ്റുന്നില്ല. അതിന്റെ പേരിൽ തർക്കങ്ങൾ സംഭവിക്കുന്നു. അപ്പൊ ഞാൻ എങ്ങനെ മറ്റുള്ളവരെ കുറ്റം പറയും? തിരിച്ചു അങ്ങനെ തന്നെയാണോ? തിരിച്ച് അങ്ങനെ ആവുന്നത് കുറെ സമയങ്ങളിൽ നമുക്ക് പൊസീവ്, നമ്മളെ പേരിൽ പൊസീവ് ആവുന്നത് നമുക്ക് ഇഷ്ടമാണെങ്കിൽ കൂടി അത് ടോക്സിക് ആവും ചില സമയങ്ങളിൽ. അത് എൻ്റെ പാർട്ട്ണർ പറയുമ്പോഴാണല്ലോ ഞാൻ അറിയുന്നത് ഞാൻ ഭയങ്കര ടോക്സിക് ആണെന്ന്. ഞാൻ വിചാരിക്കുന്നത് എൻ്റെ സ്നേഹവും കരുതലും ആണെന്നാണ്. അപ്പൊ ഞാൻ എങ്ങനെ മറ്റുള്ളവരെ ഇതിന്റെ പേരിൽ അല്ലെങ്കിൽ നോക്കി കാണും? ഇതൊക്കെ സത്യമാണോ? സീറ്റ് മാറിയിരിക്കണോ? അതാണ് പറഞ്ഞത്, വ്യക്തികൾ തമ്മിലുള്ള അടുപ്പവും റിലേഷനും. ഇപ്പൊ നമ്മൾ ആണ് പെൺ വ്യക്തികൾ, ആ വ്യക്തികളുടെ റിലേഷൻ തന്നെ നമ്മൾ കറക്റ്റ് ആയിട്ടല്ല കാണുകയും കേൾക്കുകയും കൊണ്ടു നടക്കുന്നത്. അപ്പൊ പിന്നെ ബാക്കിയുള്ളതിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇതെങ്ങനെ മറികടക്കുമെന്നാണ്? മറികടക്കണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, സമയം ഇപ്പോ ആദ്യമായിട്ട് ജീൻസ് ഇടുന്ന സമയത്ത് നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ലേ? പെൺകുട്ടികൾ ജീൻസ് ഇട്ട് കാണുമ്പോ ഇല്ലേ? ഇപ്പൊ അത് ഓക്കെ ആയില്ലേ? ഇനി അത് ഒരു പ്രശ്നമേ അല്ലാത്ത വിഷ്വലായി മാറും. കണ്ടിട്ടാണല്ലോ അത് മാറുന്നത്. പെട്ടെന്ന് ഒരു നാട്ടിൻപുറത്ത് പോയിട്ട് ആരും കൊച്ചിയിലിടുന്ന പോലത്തെ ഡ്രസ് ഇട്ട് നടക്കില്ലല്ലോ ഈ കുട്ടികൾ പോലും. പക്ഷെ ആ നാട്ടിൻപുറത്ത് പോലും ആ കാഴ്ച ഭയങ്കര കോമൺ ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അതേപോലെ തന്നെയാണ് ഈ രീതിയിലുള്ള കൾച്ചറും റിലേഷൻസും ഒക്കെ. അത് കണ്ടേ മാറുള്ളൂ. ആദ്യം നമ്മള് മാറുമറയ്ക്കാതെ നടന്നു, പിന്നെ മറച്ചു നടന്നു, പിന്നെ കുറച്ച് കാണിച്ചു നടന്നു അല്ലേ? അത് കണ്ടേ ഇതൊക്കെ എല്ലാത്തിനും വ്യത്യാസം വരുള്ളൂ. ഈ ആണുങ്ങളിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ അപ്പാപ്പനൊന്നും ഷർട്ട് ഇട്ടിട്ട് അങ്ങാടിക്കേ പോവാറില്ല. ഇപ്പൊ ഷർട്ട് ഇടാതെ ഒരു ആണ് നടന്നു കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നമല്ലേ? അത് തിരിച്ചും പ്രശ്നമാക്കി തുടങ്ങി. നിങ്ങൾക്ക് ഇടാമല്ലോ, പിന്നെ ഞങ്ങൾക്ക് അല്ല. പക്ഷെ എന്നാലും ആണുങ്ങളാണ് കൂടുതലും മറച്ചു കിടക്കുന്നത്. ഷർട്ട് ഇടാതെ നടക്കുന്നത്. ഇപ്പൊ ഞാൻ പഞ്ചാബിൽ പോയപ്പോ ഷർട്ട് ഊരി നടക്കാൻ പാടില്ല ആണുങ്ങൾ. പക്ഷെ പെൺകുട്ടികൾക്ക് അത്യാവശ്യത്തിന് സ്ലീവ്ലെസ് ഒക്കെ ഇട്ട് നടക്കാം. പക്ഷെ ആണുങ്ങൾ ബോഡി കാണിച്ച പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോരോ രീതികളാണ് ഓരോരോ നാട്ടിലെ. അതിങ്ങനെ മറിഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കും. പിന്നെ കണ്ട് മാറുന്നതാണ്, അങ്ങനെ മാറും. അതെ. ചേച്ചി, ഇതിപ്പോൾ നമ്മൾ കുറേ നാളുകൊണ്ട് സംസാരിക്കുന്ന ഒരു വിഷയമാണ്. പക്ഷേ കലയിലൂടെ ഈ ചില തരത്തിലുള്ള കാര്യങ്ങൾ കൺവേ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇപ്പോൾ ഇതിനകത്ത് സട്ടിലായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ചിലർക്ക് അത് വിമർശിക്കുന്നുണ്ട്, പെരിഫറലായി പോയി, ഇത് കുറച്ചുകൂടെ ആഴത്തിൽ പറയാമായിരുന്നു. അത് സംവിധായകൻ്റെ ഇഷ്ടമാണ്, സിനിമ എടുക്കുന്നവരുടെ ഇഷ്ടമാണ്, കമേഴ്സ്യലൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗവും കൂടിയാണ്. അപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ ആഴത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കമേഴ്സ്യലൈസ് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷേ ചേച്ചി കുറേ കാലം കൊണ്ട് നമ്മൾ ഈ ടോപ്പിക്ക് സംസാരിക്കുന്നുണ്ട്. നമ്മുടെ പ്രോഗ്രഷൻ എത്രത്തോളം ഉണ്ട്? ഇപ്പോൾ ചേച്ചി മാധ്യമപ്രവർത്തകമായിട്ടിരിക്കുന്ന സമയം മുതൽ ഇതൊക്കെ ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ എത്തി നിൽക്കുമ്പോൾ കുറേ കൂടെ മാറിയില്ല. ആ പ്രോഗ്രസീവ്നെസ്സിനെ എങ്ങനെ കാണും? ഇപ്പോൾ കാതൽ പോലൊരു ചിത്രത്തിനകത്ത് മമ്മൂക്ക പോലൊരു ഗ്രേറ്റ് ആക്ടർ എല്ലാ തരത്തിലും ഒരു കൺവെൻഷൻ്റെ കൊടി പിടിക്കേണ്ടതെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരാളാണ് വ്യത്യസ്തമായിട്ട് ആലോചിച്ച് മറ്റൊരു സിനിമയിൽ ഭാഗമായത്. ഒരു ഡെയറിങ് ഒരു അറ്റംപ്റ്റ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാതൽ സിനിമ കണ്ടിട്ട് ഞാൻ സെറ്റിൽ വരുമ്പോൾ നമ്മുടെ പടത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുവാണ്. അപ്പോൾ 3:45 ആയി. എനിക്കൊന്ന് ക്ലൈമാക്സ് അടുപ്പിച്ചാണ് ഞാൻ കാതൽ ഇറങ്ങുന്നത്. എന്തൊക്കെ നമ്മുടെ ഇതുമായിട്ട് ബന്ധമുണ്ടോ, എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ട് അവരെല്ലാവരും കൂടെ വന്ന് സംസാരിക്കുന്നത് ഓർക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ലിറ്റിൽ ഹാർട്സിൽ എത്തുമ്പോഴത്തേക്ക് പ്രധാനമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നത് വളരെ നോർമലായിട്ട് ഇതിനെ കാണുന്നത്. ഒരു അതൊന്നുമില്ല. ഒരു സിബിച്ചൻ്റെ മുഖത്ത് ഇങ്ങനെ ഒരു ഞെട്ടലുണ്ടെന്നല്ലാതെ വളരെ നോർമലായിട്ടാണ് ഇവര് അത്. പ്രത്യേകിച്ച് ഷൈൻ്റെ ആക്ടറാണ് അത് അങ്ങനെ ആക്കിയത്. ഷൈൻ അതിനെ ഒരിക്കലും ഒരു എന്താ സിബിച്ചൻ ഇങ്ങനെ നോക്കുമ്പോഴോ അല്ലെങ്കിൽ ഭയങ്കര ഗിൽറ്റൊന്നും കാണിച്ചിട്ടേ ഇല്ല. എൻ്റെ ശരിയാണ്, നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല എന്ന് വളരെ കൃത്യമായിട്ട് ആക്ടിങ്ങിലൂടെ
അത് പകർന്നു തന്നിട്ടുണ്ട്. എനിക്ക് ആ ആസ്പെക്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആസ് എൻ ആക്ടർ. എനിക്കത് കിട്ടിയത് എവിടെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോ നദാനെ കെട്ടിപ്പിടിക്കുമ്പോഴും ഒരു കൂട്ടുകാരനെ പോലെയാണ് കെട്ടിപ്പിടിച്ചിട്ടുള്ളത്, ഇടപഴകിയിട്ടുള്ളത്. ദേശാടന കിളികൾ കരയാല്ല എന്നുള്ളതിൽ ആ 2 പെൺകുട്ടികളിൽ അവര് സാധാരണ നോർമൽ ഒരു 2 പെൺകുട്ടികൾ നടക്കുന്നത് പോലെയും ചില്ല ചെയ്ത് സമയം അല്ലേ, അതെന്നാണ്. മറ്റേതാകുമ്പോ നമുക്ക് തൊടുമ്പോഴും അല്ലെങ്കിൽ കെട്ടിപ്പിടിക്കുമ്പോഴും ഒക്കെ ആ ഒരു രീതിയിലല്ലേ. പക്ഷെ ആ പടത്തില് വളരെ വളരെ നാച്ചുറൽ ആയിട്ട് 2 പെൺകുട്ടികൾ ചില്ല് ചെയ്ത് നടക്കുന്നത് കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഷൈൻ. ഇത്ര സട്ടിലായിട്ടാണ് ക്യാരക്ടറൈസേഷനും എല്ലാം എടുക്കുന്നത്. കണ്ട ഈ ബഹളം കണ്ട ആരെങ്കിലും വിചാരിക്കോ ആക്ടർ എന്ന് നിലയ്ക്ക് നമ്മൾ അന്തം വിട്ടു പോകും. ഞാൻ ഭീഷ്മപർവ്വത്തിൽ അഭിനയിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു കേക്ക് കട്ട് ചെയ്ത സീക്വൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ മത്സരപ്രത്തേര് പക്ഷെ ഇങ്ങനെ കേക്ക് കട്ടിയത് മറങ്ങോട്ട് പറഞ്ഞിട്ട് ഇങ്ങനെ കത്തി ഇങ്ങനെ വാങ്ങി. ഞാൻ വിചാരിച്ചു യഥാർത്ഥത്തിൽ ഞാൻ കേക്ക് കട്ടിയത് തെറ്റിപ്പോയി. എന്നിട്ട് ഞാൻ കഴിഞ്ഞിട്ട് ചോദിച്ചു ഷൈന ഞാൻ കേക്ക് കട്ടിയത് തെറ്റിപ്പോയി. സിനിമയിൽ പറഞ്ഞതല്ലേ നിങ്ങൾ വെറുതെ കുറച്ച് അഗ്രസീവ് ആണല്ലോ. ഞാൻ ശരിക്കും പേടിച്ചു. ഷൈൻ അഭിനയിക്കുമ്പോഴേ നമുക്ക് ശരിക്കും ഇത് ആക്ടർ പറഞ്ഞാണോ ഷൈൻ പറഞ്ഞാണോ ക്യാരക്ടർ ഒന്നും പിടികിട്ടത്തില്ല. അപ്പൊ ഞാൻ ശരിക്കും വിചാരിച്ചു, ഞാൻ എന്നിട്ട് നോക്കുവോ ഞാൻ അവളും ഞെട്ടിപ്പോയി വീണ. അത് കണ്ടിട്ടാണ് അമ്മ പറഞ്ഞു അമ്മ ശരിക്കും അങ്ങനെ സെന്റിമെന്റ്സ് കൊടുക്കേണ്ട കാര്യമില്ല അടുത്ത്. പക്ഷെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം റൊമാൻസ് ചെയ്യുന്നത് അടിക്കകത്തുള്ള റൊമാൻസ്. അതിൽ നിങ്ങളെന്ന് പറയുന്ന ഒരു ആക്ടർ ഉണ്ട്, പിന്നെ അതിനകത്ത് എല്ലാ ഇമോഷൻസ് കാണിക്കാനുള്ളൊരു സ്പേസ് ഉണ്ട്. അടി ഭയങ്കര രസമുള്ളൊരു സാധനമാണ്. അഹാനയും നിങ്ങളും കൂടെ കോമ്പിനേഷൻ അഭിനയിക്കുന്ന സമയത്ത് ഞാൻ കൊതിയോടുകൂടി കണ്ടിരുന്നില്ലേ, അങ്ങനെ ഒരു സാധനമായിരുന്നു അതിനകത്ത്. ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ പടത്തിന് അതിന്റെ ആവശ്യമാണ്, ഭീഷ്മപർവ്വത്തിന് ഇതിന്റെ ആവശ്യമാണ്, ഇതിന് ഇതിന്റെ ആവശ്യമാണ്. അപ്പൊ ഓരോ പടത്തിനും ക്യാരക്ടറിനനുസരിച്ച് മാത്രമേ നമ്മൾ പെരുമാറാൻ പാടുള്ളൂ, അല്ലാതെ എല്ലാ പടത്തിലും നന്നായി പെരുമാറിയിട്ട് കാര്യമില്ല. പക്ഷെ ഇടയ്ക്ക് വിമർശനം വന്നത് കുമാരിയുടെ ഡബിങ്. കുമാരി എനിക്കും പേഴ്സണലി ഇഷ്ടപ്പെട്ടു. അയാൾ ആരോട് സംസാരിക്കാത്ത ഒരാളാണ് അല്ലേ. അയാൾ ആദ്യമായിട്ട് സംസാരിക്കുന്നത് ഈ കുമാരിയെ വിവാഹം കഴിച്ചതിന് ശേഷം കുമാരി ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്താണ്. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട് ഇതിനകത്ത്. ഷൈനെ നമ്മൾ അല്ലാതെ കാണുമ്പോൾ സത്യത്തിൽ പ്രസ് മീറ്റിനും ബാക്കി ബിഹേവിയറും ഒക്കെ നമ്മൾ എക്സ്പോസ്ഡ് ആണ്. എല്ലാ മാനറിസംസും നമുക്കറിയാം. അപ്പോൾ അതിൽ കാണുമ്പോൾ ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഷൈനാണ്, കഥാപാത്രമായിട്ട് നമുക്ക് ഫീൽ ചെയ്തില്ല. അതാണ് എല്ലാവരും അല്ല, പലപ്പോഴും ആ സ്ലാങ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, വ്യക്തമാവാതെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ സംസാരിക്കുന്നത് വ്യക്തമാണ്. കുമാരിയിലെ സംസാരിക്കുന്നത് എന്തുകൊണ്ട് വ്യക്തമായില്ല എന്ന് പറഞ്ഞാൽ വ്യക്തമാവാതിരിക്കണം അവിടെ ആ സംസാരം. അയാള് കുറെ കാലങ്ങളായി ഉൾവലിഞ്ഞ് ആരോടും സംസാരിക്കാതെ ഏകനായിട്ട് നടക്കുന്ന ഒരു കഥാപാത്രമാണ് അത് അല്ലേ. അയാള് കുമാരിയുടെ അടുത്താണ് ആദ്യമായിട്ട് ഉള്ളു തുറന്ന് സംസാരിക്കുന്നത്. ഉള്ളു തുറന്നാണ് സംസാരിക്കുന്നത്, ചുണ്ടുകൊണ്ടോ നാവ് കൊണ്ടോ അല്ല. ചുണ്ടുകൊണ്ടും നാവ് കൊണ്ടും ഒരു വ്യക്തി സംസാരിക്കുമ്പോഴാണ് സ്ഫുടമായി സംസാരിക്കുള്ളൂ. മറ്റത് ഉള്ളുകൊണ്ടാണ് സംസാരിക്കുക. ഉള്ളുകൊണ്ട് സംസാരിക്കുമ്പോൾ പണ്ട് കമലഹാസനൊക്കെ ഉള്ളുകൊണ്ട് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും മനസ്സിലായിരുന്നു. പണ്ടത്തെ കമലഹാസന്റെ സംസാരം കേട്ടിട്ടില്ലേ, കരഞ്ഞ് സംസാരിക്കുമ്പോഴൊക്കെ. അപ്പൊ ഉള്ളുകൊണ്ട് സംസാരിക്കുമ്പോൾ വ്യക്തതയെ പാടില്ല. ആ സമയത്ത് വളരെ വ്യക്തമായി കഴിഞ്ഞാൽ ആ ക്യാരക്ടർ അവിടെ ഫ്ലോപ്പ് ആയില്ലേ. ഇത് അക്ഷരസ്ഫുടതയില് മത്സരത്തിനുള്ളതല്ലല്ലോ. പക്ഷെ ഇത് സിനിമയിൽ തന്നെ നമ്മൾ കൺവിൻസ് ചെയ്തേ മതിയാവുള്ളൂ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പക്ഷെ ഒരു കാര്യം കൂടെ, അതെ, ഞാൻ കൺവിൻസ്ഡ് ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കാണുന്നവൻ അത് അങ്ങനെ ചിന്തിക്കുന്നില്ല. അവര് സ്ഫുടമായിട്ടില്ലെങ്കിൽ ആ ക്യാരക്ടർ വർക്കായി എന്നർത്ഥം. പക്ഷേ ക്യാരക്ടർ ചെല്ലും തോറും സ്ഫുടമായിട്ട് മനസ്സിലായി തുടങ്ങിയില്ലേ അതിന്റെ അവസാനമാകുമ്പോഴേക്കും. ഇനി നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ഇട്ട് കണ്ടുപോകും. ഈ പ്രശ്നം എനിക്ക് തോന്നുന്നു ക്രിസ്റ്റഫറിലും ഉണ്ടായിരുന്നു. കാരണം ഷൈൻ്റെ ചില ഇരിപ്പുകളൊക്കെ ഉണ്ടാവും, കാലെടുത്ത് വെക്കുന്നതും ഒക്കെ അതേ സ്റ്റൈലിൽ ആ ക്യാരക്ടറും ചെയ്ത സമയത്ത് കുറെ കാര്യങ്ങള് സാദൃശ്യം തോന്നും. കാരണം ഒരേ വ്യക്തി തന്നെയല്ലേ. അതാ, ഞാൻ കാല് മാറ്റി വെച്ച് വരാൻ പറ്റില്ലല്ലോ. അല്ല, അപ്പം ഈ ഓവർ എക്സ്പോസ്ഡ് ആവുന്ന ഒരു സ്പേസ് ഉണ്ടല്ലോ. ഓവർ എക്സ്പോസ്ഡ് ആവുകയാണെങ്കിൽ ഞാൻ പിന്നെ ഇന്റർവ്യൂ നിർത്തി പോകേണ്ടി വരും. നിങ്ങൾക്ക് ഇന്റർവ്യൂ തരണ്ടല്ലോ. പറ്റോ? ഇന്റർവ്യൂ വേണം? അത് പറ്റില്ല. ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂലേ പറഞ്ഞു നിർത്തിപ്പോ കൂടാ. പറയരുത് ഓവർ എക്സ്പോസ്ഡ് ആവും. ഒരു പടം ചെയ്യുന്ന സമയത്ത് 2-3 ദിവസം പ്രൊമോഷന് കൊടുക്കണം. ഈ 2-3 ദിവസം കൊണ്ട് ഒരു 10-40 ഇന്റർവ്യൂ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ 100 പടത്തില് എത്ര ഇന്റർവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ടാവും? അപ്പൊ ഞാൻ എന്റെ ചുമതലയല്ലേ നിറവേറ്റുന്നത്. ശരിക്കും പ്രൊമോഷൻ ഒരു ആക്ടിംഗ് ആണ് ഇപ്പോ. കാരണം ഇത് കൃത്യമായിട്ടിരുന്ന ജനങ്ങളിലേക്ക് എത്തിക്കണ്ടേ, അത് പ്രൊമോഷന്റെ ഭാഗമല്ലേ. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ച് തരേണ്ടതാണ്.
ഞങ്ങൾ അതല്ല പറയാൻ ശ്രമിക്കുന്നത്. ഓവർ എക്സ്പോസ്ഡ് ആവുക എന്ന് പറയുന്നതിൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഇപ്പോ ചില താരങ്ങൾ ഇന്റർവ്യൂ കൊടുക്കാറില്ല, പക്ഷെ നമുക്ക് ഇന്റർവ്യൂ കൊടുത്തേ പറ്റൂ പടത്തിന്റെ പ്രൊമോഷനായിട്ട്. ഞാൻ ഇന്റർവ്യൂ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പടങ്ങളുടെ പ്രൊമോഷന് ഇപ്പോ ഇന്റർവ്യൂസ് ഇല്ലാതെയാവും. മനസ്സിലായോ? മെയിൻ ആയിട്ടുള്ള ചില താരങ്ങള് കൂടുതലായിട്ട് ഇന്റർവ്യൂ കൊടുക്കാറില്ല, പക്ഷെ ഞാൻ ഇന്റർവ്യൂ കൊടുത്തേ മതിയാവൂ. കാരണം ഞാൻ അതില് രണ്ടാമതോ മൂന്നാമതോ ഉള്ള ക്യാരക്ടറോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഞാനും കൂടി കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊമോഷനായിട്ട് വലിയ കാര്യമായിട്ടൊന്നും ഇന്റർവ്യൂസ് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ കൂടുതലായിട്ട് എക്സ്പോസ് ആവുകയാണ്. അതുമല്ല, ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഇപ്പൊ റാങ്കിങ്ങിൽ ധ്യാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഷൈൻ ടോം ആണ് ഇന്റർവ്യൂ റാങ്കിങ്ങിൽ. അതുകൊണ്ടാണ് ആളുകൾ പറയുന്നത് പടം കണ്ടിട്ടില്ല, ആൾക്കാർ വരുമ്പോ ഇന്റർവ്യൂ കണ്ടു എന്ന് പറയണം. അപ്പൊ ഞാൻ പറഞ്ഞു പടം കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്റർവ്യൂ തരുന്നത്, പടം കൂടി കാണണം. ഞാനും പറയാറുണ്ട് പടം കൂടി കാണണം. ഈ വിവേകാനന്ദൻ വൈറലാണ്, ശരിക്കും എക്സ്പെക്ട് ചെയ്തിരുന്നു ഞങ്ങൾ. പക്ഷെ ആ പടത്തിനകത്തൊരു ഓൾഡ് സ്കൂൾ മേക്കിംഗ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം പക്ഷെ ആ പടത്തിനകത്ത് പല സാധനങ്ങളും നമുക്ക് ഓക്വേർഡായിട്ട് തോന്നിയിട്ടുണ്ട്. ക്യാരക്ടർ നല്ലതായിരുന്നു. ആ ക്യാരക്ടറിൻ്റെ ഒബ്സർവേഷനും എനിക്ക് തോന്നുന്നു ഈ ക്യാരക്ടർ ചൂസ് ചെയ്യുന്ന സമയത്ത് ക്യാരക്ടർ മാത്രം കേൾക്കുന്നുള്ള ഹോൾ സ്ക്രിപ്റ്റ് വായിക്കാറുണ്ടോ? കമൽ സാറിന്റെ പടമായതുകൊണ്ട് ഞാൻ സാർ എന്തു വന്ന് പറഞ്ഞാലും ഞാൻ അതിന് മുന്നേ വന്ന് ചെയ്തു കൊടുക്കണം. അതിന് എന്ത് കഥകളാണെങ്കിലും എന്ത് പ്രൊജക്റ്റ് ആണെങ്കിലും എന്ത് ക്യാരക്ടർ ആണെങ്കിലും അതെന്റെ ഉത്തരവാദിത്തമാണ്. ഉത്തരവാദിത്തം എന്നല്ല പറയാ, ഞാൻ ചെയ്യേണ്ടതാണ്. സച്ചിദാനന്ദ അവിടെ അല്ല, നിങ്ങൾ 2-3 സിനിമകളിൽ ഇപ്പോൾ കോംബോ ഒരുമിച്ച് വരുന്നുണ്ട്. അതേപോലെ തന്നെ ആടുജീവിതം ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഗദ്ദാമയിലെ, കമൽ സാറിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഗദ്ദാമയിലെ ആടുജീവിതത്തിന്റെ ഒരു ചെറിയ സാധനം ഉണ്ടല്ലോ, അത് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റെഫറൻസ് ശരിക്കും ബെന്യാമിൻ ആ സമയത്ത് ഇത് ആടുജീവിതത്തിന്റെ റെഫറൻസ് ആണെന്നൊക്കെ പറഞ്ഞ് ചെറിയ വർത്താനമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ആടുജീവിതം സംസാരിക്കുന്ന സമയത്ത് ഇത് ഷെയ്ൻ ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ള വർത്താനമൊക്കെ വരുന്നുണ്ടായിരുന്നു. അതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു എവിടെയെങ്കിലും? അത് കേട്ടപ്പോ എന്താണ് തോന്നിയത്? നമ്മൾ മുമ്പേ ഒരു ചെറിയൊരു അംശം മാത്രമല്ലേ ഉള്ളൂ ഗദ്ദാമയില്. ആടുജീവിതം എന്ന് പറയുന്നത് അയാളുടെ ക്യാരക്ടറിനെ കുറിച്ചാണല്ലോ. ഗദ്ദാമയില് കാവ്യ ചെയ്ത കഥാപാത്രത്തിന്റെ കഥയാണല്ലോ ഇത്. അതേപോലത്തെ ബെന്യാമിന്റെ കഥാപാത്രങ്ങൾ ഒരുപാടുണ്ട്. സൗദിയിലും ദുബായിലും നമ്മൾ ചെല്ലുന്ന എല്ലാ മരുഭൂമികളിലും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫാം ഹൗസുകളിലൊക്കെ കാണാം. ഇങ്ങനെ വികൃതമായിട്ടുള്ള ആളുകളല്ലെങ്കിൽ കൂടി പാസ്പോർട്ട് ഇല്ലാതെ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും അഫ്ഗാനികള്, പാകിസ്ഥാൻകാര്, ഒരുപാട് പേരെ നമുക്ക് കണ്ടുമുട്ടാം. പക്ഷേ ചെറിയൊരു കഥാപാത്രം, ആ ചെറിയ കഥാപാത്രമാണെങ്കിലും ആ സംഗതി ഞങ്ങളുടെ മനസ്സിനകത്തേക്ക് കൊണ്ട കഥാപാത്രമാണ്. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഷീൻ. ഈ ചെറിയ കഥാപാത്രങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ മലയാളി ഫ്രം ഇന്ത്യക്കകത്ത് അതില് സംഭാഷണമൊക്കെ വ്യക്തമല്ലേ? വ്യക്തമാണ്. അതാണ്. അതില് കളക്ടറാണ്. കളക്ടർ അത്യാവശ്യം അക്ഷരസ്ഫുടതയിൽ സംസാരിക്കുന്ന ഒരാളായിരിക്കും. കാരണം അയാൾ സംസാരിച്ച് വായിച്ച് പഠിച്ചു വന്നിട്ടുള്ള ഒരാളാണ്. അതില് ഒന്നും കുറവുണ്ടായിരുന്നില്ലല്ലോ. ഇല്ല. കഥാപാത്രത്തിന് വേണ്ട വ്യക്തതയെ കിട്ടൂ. ഇപ്പം അവസാനം കണ്ടൊരു പടത്തിൽ ആക്ടറായിട്ട് തന്നെ വരുന്ന ഒരു പടം ഉണ്ടായിരുന്നല്ലോ, അത് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി. അതിനകത്ത് ഭയങ്കര സ്റ്റൈലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ആക്ടർക്ക് വേണ്ട ഒരു സ്റ്റൈലൊക്കെ ഉണ്ടായിരുന്നു. കഥാപാത്രത്തിനനുസരിച്ചുള്ള ഭംഗിയും സ്ഫുടതയും ഉണ്ടാവുള്ളൂ അല്ലേ? അതിൽ കൂടുതൽ സ്ഫുടതയും ഭംഗിയും കൊടുക്കാൻ പാടില്ല. അതിൽ തന്നെ തൂങ്ങിക്കിടക്കാം. ചേച്ചി ഓവർ എക്സ്പോസ്ഡ് ആവുന്നതിനെ കുറിച്ച് ചേച്ചിക്കൊരു ആശങ്ക ഉണ്ടാവും. പാർവതി തിരുവോത്തിന് ഇതേപോലെ തന്നെ ഓവർ എക്സ്പോസ്ഡ് ആവുന്നതിലൊരു ആശങ്കയുണ്ട്. കാരണം പിന്നെ അവർ പാർവതിയായിട്ട് കണ്ടുകളയോ എന്നൊരു പേടിയുണ്ട്. ചേച്ചി ആ കാര്യത്തിൽ എങ്ങനെയാണ് ശ്രദ്ധിക്കുക? അങ്ങനെ ഒരു ഇതുണ്ടോ, ശ്രദ്ധയുണ്ടോ ചേച്ചിയുടെ മനസ്സിനകത്ത്? നമുക്കൊക്കെ അങ്ങനെ ഒരു ശ്രദ്ധയും പേടിയും ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് കൺട്രോളുണ്ട്. ഇവരെ പോലുള്ളവർക്ക് ഇല്ല. ഇവർ പ്രൊമോഷന് പോയേ പറ്റും. ഇപ്പം ഞാനൊരു പടത്തിന് പ്രൊമോഷന് പോയില്ലെന്ന് വെച്ചാൽ സിനിമയ്ക്കൊന്നും പറ്റത്തില്ല. നമ്മൾ അത്രയും സ്റ്റാർ വാല്യൂ ഉള്ളവരാണ്. അപ്പോൾ ഇവർക്കൊന്നും കൺട്രോൾ ഇല്ല. ഒന്നാമത് ഒരു പോപ്പുലർ ആയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത് കാണാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഓടിച്ചിട്ട് പിടിക്കും. ഷൈൻ തന്നെ ഓടിയൊക്കെ ഓടിക്കുന്ന കണ്ടിട്ടുണ്ട് ഒരു വീഡിയോയ്ക്കകത്ത്. കാറിൻ്റെയൊക്കെ പിന്നാലെ ഓടി ഞാൻ ലിഫ്റ്റിൽ പോകും, ഞാൻ ഒന്നും വിഷം മാറിക്കോട്ടെ എന്നൊക്കെ ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ഇപ്പോൾ ആൾക്കാർ ചോദിക്കും റീൽ ചെയ്യാൻ പാടില്ലേ, യൂട്യൂബ് ചാനലോടെങ്കിലൂടെ എന്നൊക്കെ. അപ്പോൾ നമുക്ക് എപ്പോഴും സിനിമയൊന്നും കിട്ടില്ലല്ലോ. നമുക്ക് ഒരുപാട് സിനിമകൾ മാറിപ്പോവും. ചിലപ്പോൾ വർക്ക് പറയും. ഇപ്പം തന്നെ കഴിഞ്ഞ 4 മാസമായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. പക്ഷേ അപ്പോൾ ചോദിക്കും യൂട്യൂബ് ചാനൽ തുടങ്ങുക, അറിയാവുന്ന കാര്യങ്ങളല്ലേ പറഞ്ഞൂടെ. ഞാനത് റെസിസ്റ്റ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും പണ്ട് ഞാൻ ടെലിവിഷനിൽ ആങ്കറായിരുന്നു, ഇൻ്റർവ്യൂ ചെയ്യാൻ അറിയാം, നന്നായി അറിയുന്ന ഒരാളാണ് ഇൻ്റർവ്യൂ ചെയ്യാൻ. അതൊരു സ്ട്രോങ് പോയിൻ്റായിട്ട് ഒരുപാട് വർഷം ഞാൻ ചെയ്തിരുന്നതാണ്, 2007 വരെ.
അത് ചെയ്തൂടെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ പറയും ചേച്ചിയോട് ഞാനും ചോദിച്ചിട്ടുണ്ട് പക്ഷേ വീണ്ടും അത് ചെയ്തുകൂടെ. ഇല്ല, ഞാനത് ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ആക്ടറായിരിക്കുന്നതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഈ പണി നിർത്താറാകുമ്പോഴേ ഞാൻ ചെയ്യുള്ളൂ. കാരണം നമ്മളുടെ ഒരു ശബ്ദവും നമ്മളുടെ രീതികളും ആൾക്കാർക്ക് ഫെമിലിയർ ആയി കഴിഞ്ഞാൽ ഒരു ക്യാരക്ടർ ആവുന്ന സമയത്ത് അത് ജൂറി ആയിട്ടല്ല വന്നിരുന്നു ഒക്കെ എന്നാ അത് ഞാൻ സിനിമ നിർത്തിയതിന് ശേഷം അല്ല, അത് ഞാൻ എൻ്റെ പണിയൊക്കെ ഞാൻ 1995 ഇന്റർവ്യൂ ആയിരുന്നല്ലേ ദൂരദർശന് വേണ്ടിട്ട്? അല്ല, ഞാൻ ഏഷ്യാനെറ്റിലാണ് തുടങ്ങുന്നത്. ദൂരദർശൻ അതിന് മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. അല്ല 1995 തൊട്ട് 2007 വരെ. 1992 ഏഷ്യാനെറ്റ് വരുന്നത്. അതെ, 95 ഉൾക്കാഴ്ച എന്ന് പറഞ്ഞ പ്രോഗ്രാം തൊട്ട്, അത് കഴിഞ്ഞ് 97 to 2000 ഏഷ്യാനെറ്റിൽ സുപ്രഭാതം, അത് കഴിഞ്ഞ് കൈരളി തുടങ്ങുന്ന ദിവസം മുതൽ 2003 അവസാനം വരെ, അത് കഴിഞ്ഞ് സൂര്യ ടി വിയിൽ, ദൂരദർശനിലും, കൂട്ടുകാരി, ദിശാഗന്ധി, പിന്നെ ഇൻ്റർവ്യൂസ്, അങ്ങനെ 2007 വരെ സ്റ്റാർ ടോക്ക് വരെ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ നിർത്തിയത്. അപ്പോൾ ആ പണി ഇപ്പം ചെയ്യുന്നില്ലേന്ന് ചോദിച്ചാൽ ഞാൻ ഭാഗ്യത്തിൽ അതൊന്നും അങ്ങനെ യൂട്യൂബിലൊന്നും അങ്ങനെ അവൈലബിൾ ഒന്നും അല്ല. പക്ഷെ എന്തോ ചെറിയ 1-2 KG ജോർജ് സാർ മരിച്ചപ്പോഴൊക്കെ എന്തോ ആ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്, കൈരളി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ല, ജഗതിച്ചേട്ടൻ്റെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു ബിറ്റ് പോകുന്നുണ്ട്. അങ്ങനെ അല്ലാതെ മേജർ വലിയ ഇൻ്റർവ്യൂസ്, ഉഗ്രൻ ഇൻ്റർവ്യൂസ് ഞാൻ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ എൽ സുബ്രഹ്മണ്യം അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഒരുപാട് നല്ല രസമുള്ള ഇൻ്റർവ്യൂസ് യൂട്യൂബിൽ ഇല്ലല്ലേ? ഇല്ല. യേശുദാസ് ദാസേട്ടൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉച്ചയ്ക്ക് 2 മണിക്ക് തുടങ്ങിയിട്ട് രാത്രി 10:30 മണിക്ക് കാസറ്റ് തീർന്ന കാരണം നിർത്തി. എന്ന് വെച്ചാൽ പുള്ളി ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചു വരുത്തി ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ്, അത് ഇല്ല, ഗന്ധർവ വിരുന്ന് എന്നുള്ള പേരിൽ ആ ഇൻ്റർവ്യൂ ഒരു വർഷം ടെലികാസ്റ്റ് ചെയ്ത് കാര്യം. എന്നുവെച്ചാൽ ഒരു ക്യാമറയായിട്ട് പോയത് CN ആയിരുന്നു എൻ്റെ പ്രൊഡ്യൂസർ. എൻ്റെ മുഖം പോലും വരാത്തില്ല, ശബ്ദം മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. കാരണം ഒരു ക്യാമറയായിട്ട് റോൾ ചെയ്ത് ഒരു അരമണിക്കൂർ ഇൻ്റർവ്യൂവിന് പോയത്, ഒരുപാട് മണിക്കൂർ സംസാരിച്ചു. അന്നില്ല, അങ്ങനെ ഒന്നും പ്രതീക്ഷിച്ച് പോയാലും ഒരു ½ an hour ഇൻ്റർവ്യൂവിന് പോയതാണ്. അദ്ദേഹം സംസാരിച്ചുകൊണ്ടേയിരുന്നു, ചോദിച്ച പാട്ടൊക്കെ പാടി, എല്ലാവരെയും വിളിച്ച് പരിചയപ്പെടുത്തി. ഞാനെന്ത് കുറച്ച് പഠിച്ചിട്ടാണ് ഞാൻ പോയിരുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചിങ്ങനെ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് സിനിമ തിയേറ്ററിൽ പോയിരുന്നു, കൂവിയ ഓർമ്മയുണ്ടോ, കൂവിയ ഒരു കഥയുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് കൂവി അതെന്താ ചോദിച്ചാൽ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഓല മേഞ്ഞ ഒരു പിന്നെ തിയേറ്ററായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്നിട്ട് എന്ന് പറഞ്ഞ് കൂവി, പെട്ടെന്ന് ലൈറ്റ് വന്നു. അപ്പോൾ എല്ലാ സാറുമാരൊക്കെ കണ്ടെന്നിരുന്നു കൂവുന്നത്. അപ്പോൾ എന്നിട്ട് അന്ന് എൻ്റെ കൂടെ ഉണ്ടായ ഫ്രണ്ട്സ് ഇപ്പോൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് അവരെയൊക്കെ വിളിച്ചൊക്കെ വരുത്തി, അവരെയൊക്കെ പരിചയപ്പെടുത്തി. അങ്ങനെ ഭയങ്കര പുള്ളി ഇൻ്റർവ്യൂ ഒക്കെ പറഞ്ഞ് അദ്ദേഹം ഭയങ്കരമായിട്ട് സംസാരിച്ച ഒരു അനുഭവമൊക്കെ ഉണ്ട് എനിക്ക്. അതൊക്കെ ഭയങ്കര, എനിക്ക് എന്നെ സംബന്ധിച്ച് എൻ്റെ വ്യക്തിത്വം തന്നെ ഒരുപാട് മാറിയത് ഈ ഒരു 10,3500 ഇൻ്റർവ്യൂ ചെയ്ത. അതെനിക്ക് 500 അതിൽ കൂടുതൽ. ബിക്കോസ് എല്ലാ ദിവസവും രാവിലെ മോർണിംഗ് ഷോ അല്ലായിരുന്നു. അല്ല, അത് അന്ന് എനിക്കത് ഭയങ്കര പാഷനായിരുന്നു. കാരണം ഞാൻ എല്ലാ ആൾക്കാരെയും ഫോളോ ചെയ്യുമായിരുന്നു, എഴുത്തുകാരെയും എല്ലാം ഫോളോ ചെയ്യും. ഞാനിപ്പോൾ അതിൻ്റെ ഒരു മൈൻഡ് സെറ്റും എനിക്കില്ല. പിന്നെ ഇപ്പോൾ സിനിമ ചെയ്യുന്നത് ഇപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു കംഫർട്ട് ലെവൽ എത്തി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പം ഞാനിങ്ങനെ ഒരു ഈ പറയുന്ന പോലെ കടലിന്റെ ഓരത്ത് നിൽക്കുന്ന ഒരു കുട്ടി പാത്രം ഓരോ സീനും എടുത്തിട്ട് പറയും, അത് ചെയ്തത് ശരിയായോ, ഞാൻ അങ്ങനെ കൊടുത്തത് ശരിയായോ, ഇങ്ങനെ റിയാക്ട് ചെയ്തത് ശരിയായോ, ഞാൻ ചോദിക്കും. ചേച്ചി നമ്മളോട് ചോദിക്കുമ്പോ നമ്മളെന്താ പറയാ? ഷൈനോടാ ഞാൻ ചോദിക്കുന്നത്. കാരണം ഷൈന് ബേസിക്കലി ഡയറക്ടറാ. എന്ന് വെച്ചാൽ ഒരു സിനിമ ഇപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, വിവേകാനന്ദൻ വൈറലാണെന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ഒരു സീൻ എടുത്തിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അതിന്റെ ബാക്കി എടുക്കുകയാണ്. അപ്പൊ എല്ലാവരും ഫോട്ടോസൊക്കെ നോക്കി എല്ലാം ഇതുമൊക്കെ പിടിച്ചൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ എല്ലാം കറക്റ്റാക്കിയൊക്കെ വെച്ചു ബാക്ക്ഗ്രൗണ്ടൊക്കെ. പെട്ടെന്ന് ഷൈനിങ്ങനെ വന്നിട്ട്, ഇത് അവിടെ അല്ലല്ലോ കിടന്നേ, അത് ഇപ്പുറത്തല്ലേ കിടന്നേ, അല്ലേ ഇതെടുത്ത് ഇപ്പുറത്തിട്, ഇത് ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഷൈൻ അത് കറക്റ്റ് ചെയ്യാൻ. അപ്പോൾ അവര് ഫോട്ടോ ഒക്കെ നോക്കിയിട്ട് ഷൈൻ ആരാ നോക്കിയേ, വിളിക്ക്, ഇങ്ങനെ അല്ലല്ലോ, ഇത് അങ്ങനെയല്ലല്ലോ, ഇത് അവിടെയല്ലേ ഇരുന്നത് ചോദിച്ചിട്ട്. അപ്പൊ അതെ ചേച്ചി അല്ലേ എന്ന് പ്രയോഗിച്ചപ്പോ എനിക്ക് മനസ്സിലായി ഒബ്സർവേഷൻ അടിപൊളിയാണ്. ഓവർ എക്സ്പോസ്ഡ് ആയതുകൊണ്ടല്ലേ? ആര് അല്ല അല്ല, ഞാൻ നമ്മൾ അഭിനയിച്ചപ്പോ ഞാൻ കൂടെ പെട്ടായിരുന്നു. അല്ല, പക്ഷെ ചേച്ചി ഇമിറ്റേറ്റ് ചെയ്ത് ഞാൻ പിന്നെ ഷൈനെ ഇമിറ്റേറ്റ്, എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരെയും എനിക്ക് ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട്. ചേച്ചി ഷൈൻ സ്ഥിരം പറയുന്നതിൽ അല്ലേ കറക്റ്റ് ആയിട്ട് വരുമല്ലേ? മോഡുലേഷൻ വേറെയാ അല്ലേ? അതെ, അല്ലേന്ന് വരും. അങ്ങനെയല്ല, അത് കുറച്ചുകൂടെ ഹൈയിൽ പിടിക്കും. അല്ലേ അല്ലേ അല്ലേ, അതാണ് അല്ലേ അല്ലേ. അപ്പൊ അങ്ങനെ അപ്പം അതോ പിന്നെ അതുപോലെ ഞാൻ
ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് 2 ദിവസം മാത്രം അഭിനയിച്ചിട്ട് ഞാൻ പോയ ഒരു സിനിമയാണ്, എനിക്ക് അഭിനയിക്കാൻ പറ്റാതെ. അപ്പോൾ അതിനകത്ത് വിചിത്രമായ ഒരു കാര്യം തന്നെ പോയി. അപ്പോൾ അഭിനയിക്കാൻ പോയിട്ട് എനിക്ക് അഭിനയിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പോയി. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല അഭിനയിക്കുമ്പോൾ. എനിക്ക് ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയിട്ടൊക്കെ ഒരാളായിരുന്നു. എനിക്ക് അങ്ങനെ ഈ കൈ ഇങ്ങോട്ട് എടുക്കുമ്പോൾ കണ്ണ് ഇങ്ങോട്ട് നോക്കണം, ആ കണ്ണ് അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയതിനു ശേഷം ഈ തള്ളവരൽ പൊക്കി. അങ്ങനെ എനിക്ക് പറ്റത്തില്ല. അപ്പം എനിക്ക് മാനറിസം ചെയ്ത് പറഞ്ഞു തന്നാലൊന്നും എനിക്ക് ഭയങ്കര അപ്സെറ്റായി. അവരുമായിട്ട് നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞാൻ പോയി. അപ്പോൾ അതിനകത്ത് ഒരു സീക്വൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ അമ്മയുടെ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് ഇവിടെ വരുന്നത് അതല്ല ഇവിടെ റെലവെന്റ്, അതല്ല റെലവെന്റ്. അമ്മയുടെ ബർത്ത്ഡേ പടക്കം പൊട്ടിക്കുന്ന ഒരു സീക്വൻസാണ്. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് കേക്ക് കട്ട് ചെയ്യുന്നുണ്ട്. അത് ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടില്ല. പെട്ടെന്ന് ഷൂട്ട് ചെയ്യാൻ വന്നു നിന്നിട്ട് ഷൈൻ പറഞ്ഞു, അല്ല കേക്ക് കട്ട് ചെയ്തതല്ലേ, കേക്ക് ഉണ്ടാവില്ലേ ഇത്? അപ്പോൾ ദേഹത്തൊക്കെ കേക്കോ കയ്യിൽ കേക്കിന്റെ ഒക്കെ ഒരു അംശമോ ആരെങ്കിലും കഴിച്ചോണ്ടൊക്കെ ആയിരിക്കുമല്ലോ, ജസ്റ്റ് തന്നെ. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും പോയി കേക്ക് എടുത്തു. ഈ ബുദ്ധിയെയാണ്, ഈ ബുദ്ധിയുള്ള ആളോടാണ് ഞാൻ ചോദിക്കുന്നത്, ഷൈന ഞാൻ ശരിയായോ, ഷൈന ഞാൻ അഭിനയിച്ചത് ശരിയായോ, ഡയലോഗ്. അല്ലാതെ എല്ലാവരോടും അല്ല ചോദിക്കുന്നത്. ചിലപ്പോൾ ചോദിക്കുമായിരിക്കും കേട്ടോ എല്ലാവരോടും. ഞാൻ അത്ര ഒരു കോൺഫിഡൻസ് ഒന്നും ഉള്ള ഒരാളല്ല. ചേച്ചിക്ക് കൺഫ്യൂഷനാണ്, അത് നന്നാക്കണം, കൂടുതൽ നന്നാക്കണം എന്ന് തോന്നലുള്ളത് കൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. അങ്ങനെ ഉണ്ട് എനിക്ക്. അതെ അതെ, ഈ ചില പടങ്ങളിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ആക്ടിങ്ങിന് എന്തെങ്കിലുമൊക്കെ പ്രാക്ടീസ് ഉള്ളിൽ എന്തൊക്കെ എടുക്കുന്നുണ്ടല്ലോ. ആക്ടിങ്ങിന്റെ മെയിൻ പ്രാക്ടീസ് കണ്ടിന്യൂറ്റി എന്നുള്ളതാണ്. ഒരു സീൻ അടുത്ത സീനിലേക്ക് പോകുന്നു നമ്മൾ, ആ കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കണം നമുക്ക് എപ്പോഴും. അത് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തത് കൊണ്ടാണ് എനിക്ക് കിട്ടുന്നത്. അത് ഭയങ്കര ശ്രദ്ധ, ഡയലോഗ് ഒന്നും തെറ്റുകയില്ല. അമ്പിളിച്ചേട്ടനും ജഗത് ചേട്ടൻ എപ്പോഴും പറയും, സിനിമ എന്ന് പറയുന്നത് ക്യൂവും കണ്ടിന്യൂറ്റിയും ആണെന്ന് പറയും. ഈ ക്യൂ കറക്റ്റ് ആയിരിക്കണം. ഏത് ഒരു ഷോട്ടിൽ നിന്ന് അടുത്ത ഷോട്ടിലേക്ക് പോകുമ്പോൾ ക്യൂ എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ഉണ്ടാവും, ഒരു ഡയലോഗും ഉണ്ടാവും. അതാണ് ആക്ടിങ്ങിന് നന്നാക്കുന്നത്. ഇത് നന്നായി ചെയ്യുന്ന ആളുകളാണ് മികച്ച അഭിനേതാക്കളാവുന്നത്. അല്ലാതെ മികച്ചതായിട്ട് അഭിനയിക്കുന്നതല്ല, മികച്ച രീതിയിൽ ആ കണ്ടിന്യൂറ്റിയും ക്യൂവും കറക്റ്റ് എനർജി കറക്റ്റ് കൊടുക്കുമ്പോഴാണ് A to Z എന്ന് പറയുന്ന ആ ഫോം ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ 1 കഴിഞ്ഞിട്ട് 8 ആയി കഴിഞ്ഞാൽ അതിന്റെ മീറ്റർ മാറി. 1 കഴിഞ്ഞാൽ 2 വരാൻ പാടുള്ളൂ, 2 കഴിഞ്ഞാൽ 3. ഷൈൻ ഇടയ്ക്ക് ചെയ്ത തല്ലുമാല ഉണ്ടല്ലോ, സൂപ്പർ സാധനം. അതേപോലെ ഒരെണ്ണം കൂടെ പിടിക്കുക. ഖാലിദിന്റെ അടുത്തൊരു തല്ല് വരുന്നുണ്ട്, അതിലുണ്ടോ? അതിലുണ്ട്. ആ, അത് ഇടിയാണല്ലേ? ബോക്സിംഗ്, മൊത്തം ബോക്സിംഗ്. അപ്പൊ പ്രാക്ടീസ് ഒക്കെ ഉണ്ടോ ഇപ്പൊ? ഞാൻ ബോക്സിംഗ് ചെയ്യുന്നില്ലേ? ചെയ്യുന്നില്ല, അല്ലാത്ത ക്യാരക്ടറാണ്. അടിയൊക്കെ ചെറിയ പിള്ളേരാണ്, നസ്ലിനും ടീമൊക്കെയാണ് ബോക്സിംഗ്. നമ്മളിപ്പോ കുറച്ച് പ്രായമായി, സീനിയർ ടീമാണ്. സീനിയർ ടീമാണ്. ലുക്മാനൊക്കെ ഈ പിള്ളേരുടെ കൂട്ടത്തിൽ. ലുക്മാനൊക്കെ പഠിപ്പിക്കുന്നതാ ബോക്സിംഗ്. അപ്പൊ നല്ല രസത്തിൽ വരുന്നുണ്ട് പടം. ഇപ്പം ഏത് ഘട്ടം വരെ എത്തി? തീരാറായോ? തീരാറായിട്ടില്ല, ഏകദേശം ഒരു 3/4 ഭാഗമൊക്കെ ആയിട്ടുണ്ടാവും. ഈ ക്യാരക്ടറിനെ ഇത് കറക്റ്റ് കേൾക്കുമ്പോൾ സ്ക്രിപ്റ്റ് എല്ലാം കേട്ടിട്ട് തന്നെയല്ലേ ഇത് ചൂസ് ചെയ്യുന്ന? അല്ല, ഖാലിദൊക്കെ നമ്മള് വാ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഓടിച്ചല്ലോ, വേറെ നോക്കാനില്ല. ഈ അതിൽ തല്ലുകൂടിയേ തല്ലുമാലയില്ലേ, ശരിക്കും തല്ലുകൂടി മടുത്തോ? ഒത്തിരി തല്ലുണ്ടല്ലോ, ഒത്തിരി ഷോർട്സ് ഒക്കെ ഉണ്ടല്ലോ. ഹെക്ടിക് ആയിട്ടുള്ള വർക്കായിരുന്നോ? ഇല്ല, നമ്മൾ അതൊരു ടെക്നിക്കാണല്ലോ. മെയിനായി തല്ലുകൂടേണ്ട കാര്യം ഇല്ലല്ലോ ശരിക്കും നമ്മൾ തമ്മില്. പക്ഷെ കായികമായിട്ട് ഒരു അധ്വാനം ഉണ്ട്. അന്ന് എനിക്ക് ലിഗമെന്റും പോയിട്ടിരിക്കണ സമയമായിരുന്നു. ആ സമയത്താണ് മെയിൻ തല്ലെടുത്ത്. അപ്പൊ അതിനനുസരിച്ച് ഡയറക്ടറുടെ കോൺഫിഡൻസ് ആണ് നമ്മളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. പക്ഷെ അതിൽ കുറച്ച് കൂടുതൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടല്ലോ, കാരണം പലതരത്തിലുള്ള ക്യാമറാസ് ഉപയോഗിക്കുന്നു, പല ബോൾട്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് കൂടുതൽ അധ്വാനം വേണ്ട ഒരു സാധനമാണ്. അങ്ങനെ അധ്വാനിക്കുമ്പോൾ മടുപ്പൊന്നുമില്ല, നമുക്ക് ത്രില്ലാണ്. ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്കിത് ബുദ്ധിമുട്ടില്ല. ഇഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് നമുക്ക് ഒരു കഷ്ടപ്പാടായിട്ട് തോന്നില്ല. അല്ല, അത് ലുക്മാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, അത് ലുക്മാന്റെ കല്യാണം അതിന്റെ ഇടയ്ക്കാണ് നടക്കുന്നത്. അപ്പം ഈ തല്ല് കാരണം കല്യാണം പോലും മറന്നുപോയി. തലേ ദിവസം ഖാലിദ് ഓർമ്മിപ്പിക്കുമ്പോഴാണ്. അർജുനെ ഉണ്ട നടക്കുന്ന സമയത്താണ് കല്യാണം, അവനെ തലേദിവസം രാത്രി വിട്ട്. അതേപോലെ ലുക്മാനി അങ്ങനെ തന്നെയാ. എന്നിട്ട് തയ്യാറെടുക്കാനൊന്നും സമയം കിട്ടില്ല, നേരെ തല്ല് കഴിഞ്ഞിട്ട് നേരെ കല്യാണത്തിന് പോകുമായിരുന്നു. കല്യാണത്തിന് ഇപ്പൊ പ്രധാനമായിട്ട് ആൺകുട്ടികൾ എന്താ തയ്യാറെടുക്കാറുള്ളത്? മൈലാഞ്ചി പോലും ഇടണ്ട അവർക്ക്. അപ്പോൾ പടം പൊളിക്കട്ടെ, വീണ്ടും കാണാം അടുത്ത പടത്തിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട്. താങ്ക് യു.